നമസ്കാരം. പിണറായിയുടെ സർക്കാർ പറ്റിക്കുന്ന കാര്യത്തിൽ വിദഗ്ധന്മാരാണെന്ന് നമുക്കൊക്കെ അറിയാം. വയനാട്ടിലെ ദുരന്തബാധിതരെ പറ്റിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അവർ പറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിത് വീണ്ടും ഒരു പറ്റിക്കൽ കഥ കൂടി പുറത്തു വരുന്നു. വയനാട്ടിലെ ജനങ്ങൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല. അവരുടെ നിസ്സഹായാവസ്ഥ മുതലെടുത്തുകൊണ്ട് സർക്കാർ പിരിവ് നടത്തി. സന്നദ്ധ സംഘടനകൾ വീടുമായി എത്തിയപ്പോൾ, സാധന സാമഗ്രികളും എത്തിയപ്പോൾ അഴിമതിയുടെ സ്കോപ്പ് ഇല്ലാതാകുന്നതുകൊണ്ട് അവരെയൊക്കെ തല്ലി ഓടിച്ചു. സൗജന്യമായി അവിടെ ഭക്ഷണം വിതരണം ചെയ്തിരുന്ന വൈറ്റ് ഗാർഡിനെ ആദ്യം പുറത്താക്കിയത് സർക്കാർ നിർദ്ദേശാനുസരണം പോലീസായിരുന്നു. ആ പോലീസിനെതിരെ അച്ചടക്ക നടപടിയൊന്നും ഉണ്ടായില്ല. സന്നദ്ധ സംഘടനകൾ അവിടേക്ക് പോകുമ്പോൾ തടയുകയും അവർ കൊടുക്കുന്ന ഭക്ഷണ സാധന സാമഗ്രികൾ വേണ്ട എന്ന് പറയുകയും ചെയ്തത് സർക്കാരാണ്. അങ്ങനെ അവിടെ താമസിക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യത്തിന് അവർ ആദ്യം തടസ്സം വിട്ടു. അവർക്ക് നല്ല വസ്ത്രം ധരിക്കാനുള്ള അവകാശവും സർക്കാർ ഇല്ലാതാക്കി. അങ്ങനെ സർക്കാരിന്റെ പകയുടെ ഇരകളായി ആദ്യം മുതൽ ഒറ്റപ്പെട്ടു വന്ന അവരോട് സർക്കാർ പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് മാത്രം മതി. സർക്കാർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാധ്യമ പ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തി. അവിടെ അവർ നരക ജീവിതം അനുഭവിക്കുകയായിരുന്നു. ഒടുവിൽ കാലം ഒരുപാട് കഴിഞ്ഞപ്പോൾ അവരെയൊക്കെ വീടുകളിലാക്കി. സ്വന്തം വീടുകളിലല്ല, മറ്റു വീടുകളിൽ. സർക്കാർ ആകെപ്പാടെ കൊടുക്കുന്നത് 6000 രൂപ വാടകയാണ്. ഈ 6000 രൂപ വാടക കൊണ്ട് ഒരു കുടുംബത്തിന് ജീവിക്കാൻ കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇതുപോലും കൃത്യമായി കൊടുക്കുന്നില്ല. മരിച്ചവരുടെ നഷ്ടപരിഹാരം പോലും കൃത്യമായി കൊടുത്തിട്ടില്ല. അങ്ങനെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ് അവർ. അവിടെ വീട് വെച്ചു കൊടുക്കാൻ സന്നദ്ധരായി വന്ന മനുഷ്യർ 3.5 മാസമായിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരുപാട് കമ്പനികൾ, ഒരുപാട് വ്യക്തികൾ, അയൽപക്കത്തെ സംസ്ഥാന സർക്കാരുകളൊക്കെ അവിടെ വീട് വെച്ചു കൊടുക്കാൻ ഒരുക്കമാണ്. പക്ഷേ സർക്കാർ അനങ്ങുന്നില്ല. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞത്, ഞങ്ങൾ 100 വീട് വെച്ചു കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുന്നു, പക്ഷേ സർക്കാർ മിണ്ടുന്നില്ലെന്നാണ്. ആരും ഒന്നും ചെയ്യുന്നില്ല. ഭൂമി പോലും ഏറ്റെടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. അതേസമയം സർക്കാർ വയനാട്ടിലെ ജനങ്ങളുടെ കണ്ണീര് പറഞ്ഞുകൊണ്ട് പിരിവ് തുടർന്നു. വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ നിങ്ങൾ കൈയും മെയ്യും മറന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ഫണ്ടുകൾ മുഴുവൻ വയനാടിനാണ് എന്ന് പറഞ്ഞ് പിരിവെടുത്തുകൊണ്ടിരുന്നു. സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തു നിന്നും സന്നദ്ധ സംഘടനകൾ, ഡിവൈഎഫ്ഐ അടക്കമുള്ള പാർട്ടികൾ, കുടുംബശ്രീകൾ, സാധാരണ മനുഷ്യരൊക്കെ ഇതിലേക്ക് ഫണ്ട് കൊടുത്തു. വ്യവസായികൾ ഫണ്ട് കൊടുത്തു. രാഷ്ട്രീയക്കാർക്ക് ഫണ്ട് കൊടുത്തു. പ്രതിപക്ഷ നേതാവ് പോലും ഫണ്ട് കൊടുത്തു. അങ്ങനെ പലരും ഇതിലേക്ക് ഫണ്ട് കൊടുത്തു. അങ്ങനെ 700 കോടി രൂപ ഇത്രയും കാലം കൊണ്ട് ശേഖരിച്ചു കഴിഞ്ഞു. എല്ലാവരും കരുതിയിരുന്നത് ഈ പണം വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി കൊടുക്കുമെന്നാണ്. സർക്കാരിന്റെ കയ്യിലിരിക്കുന്ന 700 കോടി രൂപ വീതിച്ചു കൊടുത്താൽ പോലും ഒരു ദുരിതബാധിതർക്ക് 1 കോടി രൂപ വീതം കിട്ടുന്ന സാഹചര്യമുണ്ട്. കൂടാതെയാണ് സന്നദ്ധ സംഘടനകളും വ്യക്തികളും ബിസിനസ്സുകാരും വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ സർക്കാർ ഒന്നും ചെയ്തില്ല. കേന്ദ്രത്തിന്റെ അടുത്തേക്ക് 2000 കോടിയിലധികം രൂപയുടെ പ്രപ്പോസൽ കൊടുത്തിട്ട് കണക്ക് മുഴുവൻ തെറ്റിച്ച് വെച്ചിട്ട്, നുണ എഴുതി വെച്ചിട്ട് ആ പണവും കാത്തിരിക്കുകയാണ്. ആ നിയമ പോരാട്ടം കോടതിയിൽ നടക്കുകയാണ്. ഇന്നലെ ആ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ഞെട്ടിക്കുന്നതാണ്. വയനാട്ടുകാരെ വീണ്ടും പറ്റിക്കുന്നു എന്നതിന് തെളിവ്. വയനാട്ടുകാരുടെ കണ്ണീര് വെച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കാനാണ് എന്ന് പറഞ്ഞ് പിരിച്ചെടുക്കുന്ന പണം അവർക്കുള്ളതല്ല എന്ന് സർക്കാർ ഉളുപ്പില്ലാതെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, 700.1 കോടി രൂപയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ തുക മുഴുവൻ വയനാട്ടുകാർക്ക് കൊടുക്കുമെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ സർക്കാർ പറയുന്നു, ആകെപ്പാടെ വയനാട്ടുകാർക്ക് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ 61 കോടി 3 ലക്ഷം രൂപയെ ബാക്കിയുള്ളെന്ന്. അതായത് 700 കോടിയിൽ വെറും 61 കോടി മാത്രം, ബാക്കി മുഴുവൻ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വരുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. സർക്കാരിന്റെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് ഇന്നലെ ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കേസിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലാണ് ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാർ പറയുന്നത്, 14 ജില്ലകളിലെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയതിന് 249.69 കോടി രൂപ നൽകാനുണ്ട്. റോഡ് അറ്റകുറ്റപ്പണിക്ക് 152.09 കോടി കൊടുക്കണം. മറ്റു വകുപ്പുകൾക്ക് 26.48 കോടി കൊടുക്കണം. മേപ്പാടിയിലെ ദുരന്ത നിവാരണത്തിന് 78.1 കോടി കൊടുക്കാനുണ്ട്. തുടർന്ന് ബാക്കിയുള്ള 61.03 കോടി മാത്രമാണ് കയ്യിലുള്ളത് എന്നാണ് സർക്കാർ പറയുന്നത്. ആലോചിച്ച് നോക്കി, 700 കോടി പോക്കറ്റിൽ വെച്ചിരിക്കുകയാണ്. അത് വയനാടുകാർക്ക് കൊടുക്കാനാണെന്ന് പറയുന്നു. ഇപ്പോൾ സർക്കാർ പറയുന്നത് അതിൽ 61 കോടി മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി തുകയൊക്കെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ. ഇതാണ് സർക്കാരിന്റെ തട്ടിപ്പ്. ഇതാണ് പിണറായി വിജയന്റെ പ്രത്യേകത. ദുരിതാശ്വാസം ജനങ്ങളുടെ പേരിൽ പറഞ്ഞ് പിരിക്കുക, അത് സർക്കാരിന് കാശില്ലാത്തത് കൊണ്ട് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, ദുരിതബാധിതരെ അവഗണിക്കുക, എന്നിട്ട് കേന്ദ്രത്തെ കൃത്യമായ കണക്ക് പോലും കൊടുക്കാതെ കുറ്റം പറയുക. എന്തായാലും കോടതിയിൽ കേസ് തുടരുകയാണ്. സർക്കാരിന്റെ തനിനിറം ഓരോന്നായി പുറത്തു വരുന്നതിന് കേസ് കാരണമാകും എന്ന് വിശ്വസിക്കാം.